വെൽക്കം ടു ടെക് പി എസ് സി. ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം കെ സി ബിയില് സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം വളരെ താമസിയാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടില് കേരളത്തിൽ തന്നെ അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നല്ലൊരു ജോലി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് കെ സി ബിയില് സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ഒരു ഡ്രീം ജോബ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് അതിന്റെ റീസൺ ഒന്ന് സാലറി, രണ്ട് കെ സി ബി പോലുള്ള ഒരു സ്ഥാപനത്തില് എഞ്ചിനീയർ പോലുള്ള ഒരു ഹൈ പോസ്റ്റില് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ലേബിള്. ആസ് ജോബ് സീക്കേഴ്സ് നമ്മൾ കരിയർ നോക്കുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ശമ്പളവും നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു പൊസിഷൻ നമുക്ക് സമൂഹത്തിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് ആഹ് ആ ജോബ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്പോ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ എനിക്കൊന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശമ്പളവും അതുപോലെ ഇൻക്രിമെന്റും എല്ലാം ലഭിക്കുന്നതിൽ ഒന്നായിട്ടുള്ള ഒരു എന്താ സ്ഥാപനവും അതേപോലെ തന്നെ കേരളത്തിൽ എല്ലാവർക്കും അത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് കെ സി ബി എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് ഈ സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും നമുക്കൊരു എക്സ്പോഷ്യർ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പറയാനായിട്ട് നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു എന്താ പറയാ പറയാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാനെന്ന് പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല സാലറിയും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു കരിയർ നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ കരിയറിൽ നമ്മൾ എപ്പോഴും ഒരു ഗ്രോത്ത് പ്രോഗ്രഷൻ ഇതെല്ലാം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് അല്ല നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും. സോ അങ്ങനെ നോക്കുവാണെങ്കിലും കെ സി ബിയിൽ ഒരു സബ് എഞ്ചിനീയർ ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞ് പ്രൊബേഷൻ പീരീഡ് 2 വർഷം പ്രൊബേഷൻ പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു കാലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ഒക്കെ എഴുതി നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാം. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ ആകാൻ സാധ്യതയുള്ള ഒരു എന്താ പറയാ ഒരു വേദി നമുക്ക് അവിടെ ഉണ്ട്. സാധ്യതകളുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്ക് അവിടെ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. കരിയർ ഗ്രോത്തിനുള്ള ഒരു പ്രോഗ്രഷനുള്ള ഒരു ചാൻസ് അവിടെ കിടപ്പുണ്ട്. സോ അപ്പോ ഒരു ശമ്പളത്തിന്റെ രീതിയിലാണെങ്കിൽ നോക്കിയാലും ശരി, നമുക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു എന്താ പറയാ നമുക്കൊരു ഒരു നിലയും വിലയും പണ്ടത്തെ ആൾക്കാർ പറയുന്നത് നിലയും വിലയും അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു കരിയർ ഗ്രോത്ത് പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും ഇതെല്ലാം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇത് തരുന്ന ഒരു ജോബാണ് അല്ലെങ്കിൽ ഒരു എന്താ ജോബാണ് ഈ ഒരു സബ് എഞ്ചിനീയർ ബേസിക്കലി സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിനുള്ള ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വിജ്ഞാപനം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ അപേക്ഷിച്ച് അവരെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് വളരെ അടുത്ത് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു എക്സ്പെക്ടഡ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് കെ സി ബിയിലെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് നമുക്ക് വിളിക്കുന്നുണ്ടാവുക. അതിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമ്മുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 41,600 രൂപ മുതൽ 82,400 രൂപ വരെയാണ് ആ ഒരു പേ സ്കെയിൽ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ശരിക്കും പറയുന്നത് റിവൈസ്ഡ് വേർഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് ഇയറിലെ നമുക്ക് റിവൈസ് ചെയ്ത് വന്ന പേ സ്കെയിലാണിത്. ഇത് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ആൻഡ് ഇത് കൂടാതെ ഏജ് ലിമിറ്റ് അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഈ പോസ്റ്റിൽ വിളിച്ചിരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 36 വരെയായിരുന്നു. അപ്പോ ഇത്തവണ അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പി എസ് സിയുടെ സൈഡിൽ നിന്ന് കുറച്ച് എന്താ പറയാ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. പല പോസ്റ്റിനും അനുസരിച്ചിട്ട് ഏജ് 40 അതിന് മേളിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ന്യൂസ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. സോ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ നമ്മുടെ ഏജ് ബാർ 18 to 36 എന്നുള്ളത് 18 to 40 വരെ ആവുന്നുണ്ട് കേട്ടോ. സോ അപ്പോ ഈ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ എന്താ പറയാ പി എസ് സി കുറെ കാലമായിട്ട് പി എസ് സിയുടെ പുറകെ നടന്നിട്ട് അവസാനം ഒരു എന്താ പറയാ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല ശശി എന്നുള്ള രീതിയിൽ നമ്മുടെ വിനീത് രോനസം പറഞ്ഞ പോലെ പി എസ് സിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് ഒരു എന്താ പറയാ ഒരു ഹോപ്പ് നൽകുന്ന നിങ്ങൾക്ക് ഇനിയും ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു എന്താ ഒരു ചെറിയൊരു ഹോപ്പാണ്
ഈ ഒരു എന്താ പറയാ നോട്ടിഫിക്കേഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരു ട്രൈ കൂടെ, അവസാനമായിട്ട് ഒരു ട്രൈ കൂടെ നമുക്ക് നോക്കാം, ഇത് ഇതുവരെ കിട്ടിയില്ലെങ്കിലും ഓക്കെ ലാസ്റ്റ് ആയിട്ട് ഒരു ട്രൈ കൂടെ നോക്കിയേക്കാം എന്നുള്ളൊരു ഒരു ഹോപ്പ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, സോ ഈ ഒരു ചാൻസ് വെറുതെ വിട്ട് കളയരുത് കേട്ടോ. മാക്സിമം ട്രൈ ചെയ്യുക. ഇത്രയും നാള് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്തതിന്റെയും പഠിച്ചതിന്റെയും റിവൈസ് ചെയ്തതിന്റെ ഒക്കെ ഒരു മേ ബി ഒരു എന്താ പറയാ ഫലം കിട്ടുന്ന ചിലപ്പോൾ ഈ ഒരു എന്താ പറയാ നോട്ടിഫിക്കേഷനിലായിരിക്കാം, ഈ ഒരു എക്സാമ്പിളായിരിക്കാം. സോ അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡിപ്ലോമ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ആണ് നമ്മുടെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ നോട്ടിഫിക്കേഷൻ സമയത്തും എത്രയാണോ വേക്കൻസീസ് എന്ന് പറയുന്നത് അതിനേക്കാളും ഒരുപാട് എത്രയോ ഇരട്ടിയാണ് നമുക്ക് ഈ അഡ്വൈസ് വിളിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏതാണ്ട് 131 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ നമ്മുടെ ലിസ്റ്റ് വിളിച്ചു തുടങ്ങിയതിന് ശേഷം, അഡ്വൈസ് വന്നു തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 694 അഡ്വൈസസ് ഇതുവരെ വന്നിട്ടുണ്ട്. സോ അത്രയും വേക്കൻസീസ് നമുക്ക് ഓപ്പൺ ആവുന്ന ഒരു പോസ്റ്റ് ആണിത്. ഇതേപോലെ ഇതിന് മുന്നിലത്തെ ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ മാത്രമല്ല, അതിന് മുന്നിലത്തെ തവണത്തെ ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വെറും 24 വേക്കൻസി ആയിരുന്നു അപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു ലിസ്റ്റ് കഴിയുന്ന സമയത്ത് മാക്സിമം അവസാനത്തെ അഡ്വൈസ് വരെയും വിളിക്കുന്ന ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഏതാണ്ട് 800ഓളം വേക്കൻസീസ് അല്ലെങ്കിൽ 800ഓളം അഡ്വൈസസ് പോയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊന്ന് 780 ചില്ലാനം അഡ്വൈസസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ അത്രയും വേക്കൻസീസ് നമുക്ക് ഓപ്പൺ ആവുന്ന ഒരു പോസ്റ്റ് ആണിത്. സോ ഇതെല്ലാം മനസ്സിൽ കണ്ട് നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നമുക്ക് കഴിഞ്ഞ തവണത്തെ അഡ്വൈസിന്റെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസിന്റെ ഒരു അവലോകനം നമുക്ക് കാണുക. കഴിഞ്ഞ തവണ എനിക്കൊന്ന് നോട്ടിഫിക്കേഷൻ വന്നത് ഏതാണ്ട് 2021 എക്സാം നടന്നത് നമുക്ക് 2023 ഫെബ്രുവരി മാസമായിരുന്നു. ഇതിൽ ഏതാണ്ട് 43,560 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാൻഡിഡേറ്റ്സ് ആയിരുന്നു അതിനുവേണ്ടി അപ്ലൈ ചെയ്തിരുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എഫക്റ്റീവ് ആയത് 2023 നവംബർ മാസം 29 തൊട്ടാണ്. ഇതില് മെയിൻ ലിസ്റ്റിൽ വരുന്നത് നമുക്ക് 982 ആൾക്കാരാണ് ഇതിലേക്ക് മെയിൻ ലിസ്റ്റിലേക്ക് നമുക്ക് വന്നിട്ടുള്ളത്. ഈ 43,560 പേരിൽ 982 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 56.67 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഇതില് ടോപ്പർ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ള ആളുടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 81.33 ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂവിന് മാക്സിമം കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 13, 20-ല് 13 മാർക്കായിരുന്നു നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ അവസാനം അഡ്വൈസ് വന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള വെച്ചിട്ട് അവസാന അഡ്വൈസ് നടന്നത് 2026 ഈ വർഷം മാർച്ച് മാസം 6 തീയതിയായിരുന്നു അവസാനത്തെ അഡ്വൈസ് വന്നത്. അത് 694 അഡ്വൈസ് ആണ്. ഓക്കെ, അതുവരെ 694 പേർക്കാണ് ഇതിന്റെ അഡ്വൈസ് പോയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് പോയിട്ടുള്ളത്. സോ അത്രയും പേർക്ക് നമുക്ക് ഇതിനകം ജോലി കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് ഈ വർഷം 2026 നവംബർ മാസം 28 തീയതി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ റാങ്ക് ലിസ്റ്റ് നമുക്ക് എക്സ്പയർ ആകുന്നത്. സോ അപ്പോ അത്രയും സമയം ഇനിയുണ്ട്. അപ്പൊ ഇനിയും ആൾക്കാർക്ക് ജോബ് ലഭിക്കാൻ, അഡ്വൈസുകൾ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാകും കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർക്ക്. ഇതില് വേറൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ചിട്ട് എന്താ പറയാ നമുക്ക് ഓരോരോ ജോബിലേക്കും വേക്കൻസീസും കാര്യങ്ങളും അതിനനുസരിച്ചിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ഡിപ്ലോമക്കാരനോ ഡിപ്ലോമക്കാരിയോ അതല്ലെങ്കിൽ ഒരു എന്താ പറയാ ഗ്രാജുവേറ്റിന്
ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോ ഞാൻ വായിച്ചതില് കാൻഡിഡേറ്റ്സ് ലാസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന് എണ്ണം എന്ന് പറയുന്നത് 43,560 മാത്രമാണ്. ഇത്രയും കാൻഡിഡേറ്റ്സിൽ നിന്ന് ഏതാണ്ട് 1000-ഓളം പേർക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട്, 1000-ഓളം പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 700-ഓളം പേർക്ക് അഡ്വൈസും പോയിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു 100 പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ് ഇനിയും അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ജനറൽ എക്സാംസിനെ അപേക്ഷിച്ച്, നമ്മുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ജനറൽ എക്സാംസിനെ അപേക്ഷിച്ച് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ള ഒരു എക്സാമും കൂടെയാണിത്. ജനറൽ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷങ്ങളായിരിക്കും ചിലപ്പോൾ എഴുതുന്നുണ്ടാവുക. വേക്കൻസീസ് ഏതാണ്ട് സിമിലർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ചും കൂടെ ചിലപ്പോൾ കൂടുതൽ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ തന്നെ ഇതില് നമുക്ക് ലക്ഷങ്ങൾക്ക് പകരം അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 10,000-കണക്കിലേക്കേ വരുന്നുണ്ടാവുള്ളൂ. സോ അത്രയും കോമ്പറ്റീഷൻ നമുക്ക് കുറഞ്ഞു കിട്ടുകയാണ്. ഇതിൽ തന്നെ റിയൽ കോമ്പറ്റീഷൻ പിന്നെയും കുറവായിരിക്കും വരുന്നുണ്ടാവുക. സോ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു എന്താ പറയാ സർക്കാർ സ്ഥാപനത്തിൽ തന്നെ, സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ തന്നെ നല്ലൊരു പോസ്റ്റിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക്, അതായത് നമ്മുടെ പോർഷൻസ് എങ്ങനെയാണ്, ഇതിന്റെ സിലബസ് എങ്ങനെയാണ്, ഇതെങ്ങനെ നമുക്ക് പഠിക്കാം, ഇതിന്റെ സ്ട്രാറ്റജീസ് എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. കാരണം പണ്ടാരെ പറഞ്ഞ പോലെ നോയിങ് ദ ബാറ്റിൽ നോയിങ് മീൻസ് ഹാഫ് ദ ബാറ്റിൽ, നോയിങ് വിൻസ് ഹാഫ് ദ ബാറ്റിൽ നമ്മൾ പറയാറില്ലേ. അതായത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജയിക്കാനുള്ള സാധ്യതയും കൂടുന്നുണ്ടാവും. പ്ലാനിങ്, നമ്മൾ പക്കായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ഈ ഒരു എന്താ പറയാ സ്ട്രീംലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് പോകാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എക്സാമിന്റെ സ്റ്റേജസ് ആണ്. നമുക്കറിയാം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടേൺ എക്സാം തന്നെയാണ്. 100 മാർക്കിന്റെ OMR ആയിട്ടുള്ള MCQs ആയിട്ടുള്ള റിട്ടേൺ എക്സാം ആണ്. ഇതില് നമ്മൾ എത്രയാണോ കട്ട് ഓഫിന് മേളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ വരുന്നതാണ്. ഇതിന് ശേഷം വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്നതാണ്. ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. സോ ഈ ഇന്റർവ്യൂവിന് നമുക്ക് 20 മാർക്കുണ്ട്. ആ 20 മാർക്കിൽ വേരി ചെയ്യാം. ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റിന് ചിലപ്പോൾ മാർക്ക് ഉള്ള ആൾക്കാട്ടി ചിലപ്പോൾ എന്താണ് കുറച്ച് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ഇന്റർവ്യൂവിന് ചിലപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടാം. അങ്ങനെയുള്ള വേരിയേഷൻസ് എല്ലാം വരാം. ഓക്കെ, സോ എന്തായാലും ഇതിന്റെ അഗ്രിഗേറ്റ് ആയിട്ട് ഈ 100 മാർക്കിന്റെയും ഇന്റർവ്യൂവിന്റെ 20 മാർക്കിന്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ മാർക്ക് ലിസ്റ്റ് അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നുണ്ടാവും. എന്നിട്ട് അതിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അഡ്വൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു 3 സ്റ്റേജാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി അടുത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിലബസിന്റെ, ഓക്കെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. ഇത് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നതിന്റെ റീസൺ തന്നെ എന്താണ്, നമുക്ക് ഇതിന്റെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്ന ആ സിലബസ് ആണ്. ലാസ്റ്റ് ടൈം വിളിച്ചിട്ടുള്ള എക്സാമിന്റെ സെയിം എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ഏതൊരു എക്സാമിനും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിമിലർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, എല്ലാത്തിലും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെയിം തന്നെയാണ്. ഇപ്പോൾ ബേസിക്സ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു സിലബസ് നമ്മൾ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നെറ്റ്വർക്ക് തിയറി, ഇതുപോലുള്ള കാര്യങ്ങളാണ്. എല്ലാ എക്സാംസിനും, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ അതിൽ നിന്ന് 16 മാർക്ക് വരുന്നുണ്ട്. സോ അപ്പൊ അത് നമ്മൾ തറവാക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ പവർ, അതായത് പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ ജനറേഷൻ, യൂട്ടിലൈസേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന പോർഷൻ, നമ്മുടെ പവർ സിസ്റ്റത്തിൽ വരുന്ന പോർഷൻ, ഇതും എല്ലാത്തിലും കോമൺ ആയിട്ട്, അതായത് കോർ ആയിട്ടുള്ള സബ്ജക്ട്സും ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സും എല്ലാം ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും നമ്മൾ നിശ്ചയം നമുക്ക് നോക്കേണ്ട കാര്യങ്ങളാണ്. സോ അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടാവില്ല. സോ എല്ലാത്തിനും ബേസ് നമ്മൾ പഠിക്കേണ്ട ഒരേ കാര്യം തന്നെയാണ്. ഇപ്പോ സബ് എഞ്ചിനീയർന്നോ, അസിസ്റ്റന്റ് എഞ്ചിനീയർന്നോ, അസിസ്റ്റന്റ് പ്രൊഫസറെന്നോ, ഇനി വേറെ ഏതെങ്കിലും എക്സാംസ് എന്നോ ഉള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ബേസ് സെയിം തന്നെയാണ്. പിന്നെ വളരെ ചുരുക്കം ചില പോർഷൻസ് മാത്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ടാവുക. കോറായിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ളതും എല്ലാം നമുക്ക് ഒരു 90 to 95% വരെയും പോർഷൻസ് സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ എക്സാമിന്റെ അല്ലെങ്കിൽ ആ പോസ്റ്റിന്റെ എന്താ പറയാ റിലവൻസിനനുസരിച്ചിട്ട് ആ പോസ്റ്റിന്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് ഉള്ള ഒരു എന്താ പറയാ ടഫ്നെസ്സും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും
അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ കൂടുതലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലും വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പൊ അത് ഓരോ എക്സാമിന്റെയും അല്ലെങ്കിൽ ഓരോ പോസ്റ്റിന്റെയും ടഫ്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലെവൽ പോസ്റ്റിന്റെ ഒക്കെ ഒരു റിലവൻസിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ട്. ഇൻഡെപ്ത് നോളജ് ഒക്കെ നമുക്ക് കൂടുതൽ വേണ്ടുന്നുണ്ട്. സോ എന്ത് എക്സാം, ഇതിൽ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കുന്നത്, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഈ കാര്യങ്ങളാണ്, അത് പഠിച്ചു വെക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്. ഏത് എക്സാമിനും നമുക്കിപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അതാത് എക്സാമിനനുസരിച്ചിട്ട് ഇപ്പോ സബ് എഞ്ചിനീയർ എക്സാം ആണെങ്കിലും ശരി, എയ്ക്കാണെങ്കിലും ശരി, അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും ശരി, അതനുസരിച്ചിട്ട് നമുക്ക് ട്വീക്ക് ചെയ്താൽ മതി. നമ്മുടെ ചില എന്താ പറയാ അതിന്റെ ടഫ്നെസ്സിനനുസരിച്ചിട്ട്, അതിന്റെ എക്സാം പാറ്റേൺ അനുസരിച്ചിട്ട്, അതല്ലെങ്കിൽ ആ ഒരു എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ജനറൽ രീതി അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫൈനൽ റിവിഷൻസും ബാക്കി കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് ട്വീക്ക് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്. അടുത്ത ഈ നമ്മുടെ പവർ സിസ്റ്റത്തിൽ നിന്ന് 20 മാർക്കോളം നമുക്ക് വരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അതിൽ പിന്നെ അതുപോലെ വയേഴ്സ് ആൻഡ് കേബിൾസ്, ആ ഏരിയയിൽ നിന്ന് നമുക്കൊരു 16 മാർക്കോളം ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈം. പിന്നെന്താണ് ഇലക്ട്രിക്കൽ മെഷീൻസ്, നമ്മുടെ മെഷീൻസ് അടുത്തൊരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു കോർ സബ്ജക്ട് തന്നെയാണ് മെഷീൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്നും 16 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ആ ഏരിയയിൽ നിന്നും 16 മാർക്ക് വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അതിൽ നിന്നും ഒരു 16 മാർക്ക് ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ നോട്ടിഫിക്കേഷന്റെയും അതിന് മുന്നത്തെ നോട്ടിഫിക്കേഷന്റെയും സിലബസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടാവുക നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അല്ല ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മാത്രമാണെന്ന് തോന്നുന്നു ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതേപോലെ ആ ഓരോ അഡ്വൈസർ അനുസരിച്ച്, സോറി അഡ്വൈസ് അല്ല, ഓരോ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മേ ബി ചിലപ്പോ ഒരു ചെറിയ പോർഷൻ മാത്രം ചിലപ്പോൾ അവര് കൂട്ടാനോ കുറയ്ക്കാനുള്ള സാധ്യതകൾ ചിലപ്പോൾ ഉണ്ടാവും, വേരിയേഷൻസ് വരുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം ബാക്കിയെല്ലാം ഒരു 90% അല്ലെങ്കിൽ ഒരു 95% നമ്മുടെ മെയിൻ സബ്ജക്ട്സ് അല്ലെങ്കിൽ ബേസിക്സ് കോർ സബ്ജക്ട്സ് എല്ലാം അത് തന്നെ ആയിരിക്കും നമുക്ക് സിലബസിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ. ഇപ്പോൾ സിലബസിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ നെറ്റ്വർക്ക് തിയറി, അതിൽ വരുന്നത് മെയിനായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ലോസും കാര്യങ്ങളും, KCL, KVL, ഓംസ് ലോ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിന്റെ കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റെസിസ്റ്റൻസിന്റെ, സീരീസ് പാരലൽ സർക്യൂട്ട്സിന്റെ, ഇതുപോലുള്ള നമ്മുടെ എന്താ പറയുക ബ്രാഞ്ചസിൽ മറ്റേ നോഡ് അനാലിസിസ്, മെഷീൻ അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ നെറ്റ്വർക്ക് തിയറംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. തിയറംസ് വരുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ പൊസിഷൻ തിയറം, തെവനിൻസ് തിയറം, നോട്ടൻസ് തിയറം, റെസിപ്രോസിറ്റി തിയറം, പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതിന്റെ തിയററ്റിക്കൽ സൈഡ്, അതിന്റെ ആപ്ലിക്കേഷൻ സൈഡ്, അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചോദിക്കാം. ആ ഏരിയയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതുപോലെ പവറിന്റെയും എനർജിയുടെയും കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സിംഗിൾ ഫേസിന്റെയും ത്രീ ഫേസിന്റെയും ഒക്കെ പ്രോബ്ലംസ് വരാം. പിന്നെ അതുപോലെ എനർജി കൺസപ്ഷൻ, ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻ ഉള്ള എനർജി കൺസപ്ഷൻ, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. നമ്മുടെ പെർമിറ്റിവിറ്റി, പെർമിയബിലിറ്റി, കപ്പാസിറ്റർ, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, ഇതിന്റെ കോമ്പിനേഷൻസ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ തിയറിറ്റിക്കൽ സൈഡ്, ഇതിന്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിന്റെയൊക്കെ പ്രോബ്ലംസ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഇൻഡ്യൂസ്ഡ് EMFന്റെ കാര്യങ്ങൾ, ഇൻഡക്ടറിൽ അല്ലെങ്കിൽ കപ്പാസിറ്ററിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന എനർജി സ്റ്റോറിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ മൂവിങ് ആൻഡ് മൂവിങ് കോയിൽ റിലേറ്റഡ് ആയിട്ടുള്ള അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, അതിന്റെ ടോപ്പ് ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് എന്താ പറയുക മെഷർമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് തിയററ്റിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. പിന്നെ അടുത്ത്
പവർ സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ യൂട്ടിലൈസേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ത്രീ ഫേസിന്റെയും സിംഗിൾ ഫേസിന്റെയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പവർ ഇക്വേഷൻസ്, പവർ ട്രയാങ്കിൾ, പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ്, പവർ ഫാക്ടർ കറക്ഷൻ, പിന്നെ അതിന്റെ ബാക്കി എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസിഫിക്കേഷൻസ്, ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസിന്റെ ക്ലാസിഫിക്കേഷൻസ്, താരിഫ്, പിന്നെ അതിന്റെ ലോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടേംസും കാര്യങ്ങളും ഉണ്ടാവും. സോ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് എല്ലാം ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. ലൈക്ക് മാക്സിമം ഡിമാൻഡ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സാഗ്, ഇതുപോലുള്ള പ്രോബ്ലംസ്, അതിന്റെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ തിയറിറ്റിക്കൽ സൈഡ്. പിന്നെ കൊറോണ, പിന്നെ പിന്നെ വരുന്നുണ്ടായിരുന്നു നമ്മുടെ UG കേബിള്, ഓവർ ഹെഡ് ലൈൻസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കേബിൾ ലിങ്ക് മെത്തേഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ റിലേസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, കൺസ്ട്രക്ഷൻസ്, അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എർത്തിങ് ചെയ്യുന്നത്, സബ്സ്റ്റേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഏരിയാസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇലക്ട്രോളിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സൈഡിൽ നിന്ന് ഇലക്ട്രിക് വെൽഡിങ്, ഇലക്ട്രിക് ഹീറ്റിംഗ്, ട്രാക്ഷൻ, ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ കൺവെൻഷണലും നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സസ്, സോളാർ, വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക്, ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്നെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്കും വയേഴ്സ് ആൻഡ് കേബിൾസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പ് ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വരുമ്പോഴത്തേക്കും റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ മെഗറിന്റെ കാര്യങ്ങൾ, പിന്നെ അതിൽ വീറ്റ്സ്റ്റൻസ് ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, ഇതിന്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മാക്സ്വൽ ബ്രിഡ്ജ്, ഇപ്പോൾ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ഒക്കെ കണ്ടെത്തുന്ന ആ, പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നമുക്കറിയാമല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ വീറ്റ്സ്റ്റൻസ് ആണെങ്കിലും, പൊട്ടൻഷ്യൽ മീറ്റർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും, മാക്സ്വൽ ബ്രിഡ്ജ് ആണെങ്കിലും, ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണെങ്കിലും, ഷെറിൻ ബ്രിഡ്ജ് ആണെങ്കിലും, ഇതുപോലുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ CRO, COD മീറ്റർ, ഫ്രീക്വൻസി മീറ്റർ, ഡിജിറ്റൽ മീറ്റർ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ട്രാൻസ്ഡ്യൂസർ, സെൻസേഴ്സ്, എന്നൊക്കെയുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വയേഴ്സിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വയേഴ്സിന്റെയും കേബിൾസിന്റെയും ഒക്കെ റേറ്റിംഗ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, ആപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെ ഡൊമസ്റ്റിക്കൽ ഇൻഡസ്ട്രിയൽ വയറിംഗ്, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ IC, ഇലക്ട്രിക്കൽ കോഡ് വരുന്നത്, ആ, പിന്നെന്താണ് സർക്യൂട്ട്സിന്റെയും ഒക്കെ ഡീറ്റെയിൽസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഹൈറ്റ് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡിപ്രീഷിയേറ്റിംഗ് ഫാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, യൂട്ടിലൈസേഷൻ ഫാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ടൈപ്സ് ഓഫ് ലാൻഡ്സ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസിൽ വരുമ്പോഴത്തേക്കും DC ജനറേറ്റർ, മോട്ടർ, AC ജനറേറ്റർ, AC മോട്ടർ, പിന്നെ ട്രാൻസ്ഫോമേഴ്സ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, പിന്നെ അതിന്റെ എന്താ പറയാ വൈൻഡിങ് ടൈപ്സ്, പിന്നെ അതിന്റെ പാരലൽ ഓപ്പറേഷൻ, ഇന്റേണൽ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, EMF ഇക്വേഷൻസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് പ്രോബ്ലംസ്, പലതിന്റെയും ആപ്ലിക്കേഷൻ സൈഡ്, പ്രോബ്ലമാറ്റിക് സൈഡ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഓട്ടോ ട്രാൻസ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ളത്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇതിന്റെ ടോപ്പ് സ്ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെയൊക്കെ മോട്ടോഴ്സിന്റെയും ട്രാൻസ്ഫോമേഴ്സിന്റെയും ജനറേറ്റേഴ്സിന്റെ ഒക്കെ സ്റ്റാർട്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. സിഗ്നൽസ് ജനറേറ്റർ മോട്ടോർ, അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് റിലേറ്റൻസ് മോട്ടോ, യൂണിവേഴ്സൽ മോട്ടോ, ഇതുപോലുള്ള ഏരിയാസിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മെഷീൻസിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് തൊട്ട് സെമി കണ്ടക്ടേഴ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, ട്രാൻസിസ്റ്റർ, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റെക്ടിഫൈസ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിന്റെ കുറെ ടേംസ് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോബ്ലംസ്, ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, സെനാഡയോഡ്, പിന്നെ നമ്മുടെ വേവ് ഷേപ്പിംഗിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ക്ലിപ്പർ ക്ലാമ്പർ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ
ആംപ്ലിഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് പിന്നെ അതുപോലെ ഓസിലേറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹാർലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഇതുപോലുള്ള ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ സൈഡ് ആണെങ്കിലും കോൺസെപ്റ്റുവൽ സൈഡ് ആണെങ്കിലും ആപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മൾട്ടി വൈബ്രേറ്റേഴ്സ്, അതായത് നമ്മുടെ സ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ, ഇത് വേർട്ടിക് മൾട്ടി വൈബ്രേറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചോദിക്കാം. ഷ്മിറ്റ് ട്രിഗർ, ഓപ്പാൻസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ നമ്പർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ കോമ്പിനേഷനിലും സീക്വൻഷ്യൽ സർക്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കെമാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം നമുക്ക് രജിസ്റ്റേഴ്സ് റിലേറ്റഡ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, കൗണ്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഏരിയയിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ വരുമ്പോഴത്തേക്കും UJT, BJT, നമ്മുടെ മോസ്ഫെറ്റ്, IGBT, ഡയാക്, ട്രയാക്, ഇതുപോലുള്ള കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാരാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ ചോപ്പേഴ്സ്, ഇൻവേർട്ടേഴ്സ്, സൈക്ലോ കൺവേർട്ടേഴ്സ് പോലുള്ള പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ ബക്ക് ആൻഡ് ബൂസ്റ്റ് റെഗുലേറ്റേഴ്സ്, പവർ സപ്ലൈസ് റിലേറ്റഡ് ആയിട്ടുള്ള SMPS, UPS, ഇതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ മൈക്രോ പ്രോസസർ എടുക്കുമ്പോൾ 8085 റിലേറ്റഡ് ആയിട്ടുള്ളതും, അതുപോലെ മൈക്രോ കൺട്രോളേഴ്സ് എടുക്കുമ്പോഴത്തേക്കും 8051 ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഫംഗ്ഷൻസ്, അതിന്റെ ഇൻസ്ട്രക്ഷൻസ്, അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ്, ഫംഗ്ഷൻ ബ്ലോക്സ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ PLC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓട്ടോമേഷൻ സൈഡ് വരുമ്പോഴത്തേക്ക് അതിന്റെ കൺട്രോൾ സിസ്റ്റം, കൺട്രോൾ തിയറി സൈഡിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, എറർ ഡിറ്റക്ടേഴ്സ്, PI, PID, PD റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റംസ് എല്ലാം നമുക്ക് ആ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ലെവൽ എത്രയാണെന്നാണ് അറിയേണ്ടത്. ഓക്കെ. വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, നമുക്ക് സെൽഫായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ, നമുക്ക് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വേറൊന്നുമില്ല, പറ്റുമെങ്കിൽ ലാസ്റ്റ് ഇയർ, അല്ലെങ്കിൽ സോറി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ തവണത്തെ ഇതേ നമ്മുടെ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ള ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെങ്കിൽ അതിന്റെ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. പ്രോപ്പർ ആയിട്ടൊരു എക്സാം ആയിട്ട് തന്നെ നിങ്ങൾ അത് എഴുതുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം, ഒരു മോഡൽ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് അറിഞ്ഞുകൂടാത്തത്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ഒരു ലെവൽ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ആദ്യം അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ബേസിസിൽ വേണം നിങ്ങൾ അടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കോച്ചിങ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ആൻഡ് സിലബസ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പുതിയ സിലബസ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് ഗോ ത്രൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രെൻഡ്, ഓക്കെ, ഓരോ തവണയും PSCയുടെ ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡും രീതികളും പാറ്റേൺസ് ഒക്കെ മാറി വരുന്നുണ്ട്. സോ ഈ മാറി വരുന്ന പാറ്റേണും ട്രെൻഡും ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓരോ തവണത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുക. പിന്നെ പറ്റുമെങ്കിൽ കഴിഞ്ഞ എക്സാംസുകളിൽ നമുക്ക് എന്താ പറയാ റാങ്ക് കിട്ടിയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക, എങ്ങനെയായിരുന്നു അവര് പ്രിപ്പയർ ചെയ്തത്, അപ്പോൾ നമുക്ക് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും. അവരുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് അതേപടി കോപ്പി അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും, അതും കൂടെ എടുക്കാൻ നോക്കുക. ഓക്കെ. സോ അവരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇതൊരു ബാലികേറാമലയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരത്തുണ്ടാവില്ല. ഓക്കെ. ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഡെയിലി നമുക്ക് എത്രത്തോളം ടോപ്പിക് കവർ ചെയ്യണം, എന്തൊക്കെ ടോപ്പിക് കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതിലുണ്ടാവണം. പിന്നെ എന്താണ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ്, പിന്നെ അതുപോലെ വീക്ക്ലി ഉള്ള റിവിഷന്, വീക്ക്ലി നിങ്ങൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആൻഡ് എത്രത്തോളം ടോപ്പിക് കംപ്ലീഷൻ എത്രത്തോളം ചെയ്യണം, ഏതൊക്കെ സമയത്ത് എത്രത്തോളം ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. ആൻഡ് പിന്നെന്താണ്
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ടെസ്റ്റ്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേരിയേഷൻ അറിയാൻ പറ്റും. ആദ്യം നിങ്ങൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങളുടെ നോളജ് ലെവൽ എത്രയാണ്, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ലെവൽ എത്രയാണെന്നുള്ളതും ഇത്രയും പ്രിപ്പറേഷൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഫുൾ സിലബസ് എക്സാം എഴുതുമ്പോഴത്തേക്കുമുള്ള നിങ്ങളുടെ ആ ഒരു ലെവലിന്റെ വേരിയേഷൻ നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ആൻഡ് അപ്പോഴും ചിലപ്പോൾ നമുക്ക് പിന്നെയും ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവാം. അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കുന്ന പോലെ, ഫീഡ്ബാക്ക് ലൂപ്പ് എടുക്കുന്നത് പോലെ തന്നെയാണ് എന്താണ് ഓരോ തവണയും നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഏരിയയിൽ ഒരു ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവാം. ആ ഏരിയ ഏതാണ്, എന്തൊക്കെയാണ് നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് അത് നമ്മൾ എന്താണ് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എക്സാം എഴുതി ഈ എന്താ പറയാ നമ്മുടെ റിവിഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പക്കയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ. ആൻഡ് നിങ്ങൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ നോട്ട്സും കാര്യങ്ങളും, സ്റ്റഡി നോട്ട്സും കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നല്ല ബുക്കും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മുടെ പ്രോപ്പർ നല്ല ഓതേഴ്സിന്റെ ബുക്ക് നോക്കി നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങിച്ച് നിങ്ങൾ റെഫർ ചെയ്യുക, പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഇതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ? എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രീതികൾ, എങ്ങനെയൊക്കെ പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതിൽ മാത്രം നിർത്തരുത്. നമ്മൾ ആ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലേ? സോ അപ്പോൾ ഡെയിലി നമ്മൾ ആ ഒരു നമ്മൾ ഡെയിലി എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യണം, എത്ര കവർ ചെയ്യണം എന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്രയും പോർഷൻസ് നമ്മൾ ഡെയിലി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ അതായത് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഈ കംപ്ലീറ്റ് ചെയ്യുന്ന ആ പോർഷൻസിൽ നിന്ന് നമ്മൾ സ്മാർട്ട് നോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അവനവന്റെ തന്നെ കുറച്ച് നോട്ട്സ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്മാർട്ട് നോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ടോപ്പിക് വൈസ് എക്സാംസ്. ഓക്കെ. ടോപ്പിക് വൈസ് എക്സാംസ് നമ്മൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നമുക്ക് ഉള്ള കുറവുകളും മിസ്റ്റേക്കുകളും ഷോർട്ട് കമ്മിങ്സും എല്ലാം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക. മിസ് ഔട്ട് ആയി പോകുന്ന, മറന്നു പോകുന്ന ഏതെങ്കിലുമൊക്കെ ഏരിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് നമ്മൾ ഒരു ഫൈനൽ റിവിഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മളൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താണ് പീരിയോഡിക്കലി നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ. നമ്മൾ പീരിയോഡിക്കലി റിവൈസും ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് റിവിഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ബ്രെയിൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം അതിനെ റെപ്പറ്റേറ്റീവ് ആയിട്ട് പഠിക്കുന്നു, പീരിയോഡിക് ആയിട്ട് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, അത് മൈൻഡിൽ നമ്മൾ വീണ്ടും വീണ്ടും രജിസ്റ്റർ ആക്കുന്നു, അതിലാണ് നമുക്ക് ഈ പറയുന്ന എന്താ നമ്മുടെ വിജയം ഇരിക്കുന്നത്. സോ അതുകൊണ്ട് മാക്സിമം ഈ ഒരു എക്സാം ഓറിയന്റഡ് സ്റ്റഡി വരുമ്പോഴത്തേക്കും, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വരുമ്പോൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് പീരിയോഡിക്കലി നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കുക. നമ്മുടെ ബേസിക്സും കാര്യങ്ങളും എല്ലാം തറവാക്കിക്കൊണ്ടേ ഇരിക്കുക. അതിനോടൊപ്പം തന്നെ എക്സാംസ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോർഷൻസ് എല്ലാം നമ്മൾ എത്രത്തോളം കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു എന്താ പറയുക സെൽഫ് അനാലിസിസ് അതിൽ നിന്ന് നടത്താനും പറ്റും, നമുക്ക് ബെറ്റർ ആകാനും പറ്റും. ആൻഡ് ഷെഡ്യൂൾ പ്രകാരം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാ ടോപ്പിക്സും ഈ പറയുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫുൾ സിലബസിന്റെ ഒരു റിവിഷൻ നമ്മൾ നടത്തുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിനെ ഫുൾ സിലബസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോറൽ ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടെ ആയിരുന്നു, ഇപ്പോ എവിടെയാണ് എന്നുള്ള ആ ഒരു അനാലിസിസ്, നമുക്ക് ആ ഒരു വിലയിരുത്തലിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെക്കാട്ടി ഇത്രയും ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നാൽ തന്നെ ഓക്കെ, നമുക്ക് ധൈര്യത്തോടു കൂടി എന്താണ് ആ ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആയിട്ട് നമുക്കൊരു ഒരു സെൽഫ് ബൂസ്റ്റും കൂടെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയായിരുന്നു, ഇപ്പോൾ ഇത്രയും മാർക്ക് കിട്ടി, സോ അത്രത്തോളം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ആണ് ഈ കണ്ടത്, നമുക്ക് തന്നെ ഒന്ന് അനാലിസിസ് നടത്താൻ പറ്റും. നമുക്ക് ആ ഒരു എന്താ ഒരു മോട്ടിവേഷൻ ഫാക്ടറും ആണത്. ആൻഡ് ഈ പറഞ്ഞ പോലെ മോഡൽ ടെസ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ഐഡന്റിഫൈ ചെയ്യുക, അത് നോട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് റിവിഷന് വേണ്ടി ഇതെല്ലാം യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ്
നമ്മുടെ എന്താ പറയാ ഈ സ്മാർട്ട് നോട്ട്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മുടെ പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വിട്ടുപോകുന്ന കാര്യങ്ങൾ, മറന്നുപോകുന്ന കാര്യങ്ങൾ, തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, ഷോർട്ട് കമ്മിങ്സ്, ഇതെല്ലാം നമുക്ക് എന്താണ് ഈ സ്മാർട്ട് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കുക. ഫൈനൽ ആയിട്ട് ഉള്ള ഒരു എന്താ പറയാ ഒരു ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു റിവിഷൻ കൂടെ നടത്തുക. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പക്ക റെഡിയാവും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഈ ഒരു സബ് എഞ്ചിനീയർ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാവുന്നതായിരിക്കും. ഇതില് ഇതിൽ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷന്റെയും പ്ലാനിങ്ങിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് പലപ്പോഴും പലരും ചെയ്തു വരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ആദ്യം വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അപ്പോഴായിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. ഓരോ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങും. അതാത് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമായിരിക്കും പലരും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ദയവേത് ചെയ്യാതിരിക്കുക. നമുക്ക് എന്തായാലും അറിയായിരിക്കും ഒരു എന്താ പറയാ ലിസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്, അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ അത് എക്സ്പയർ ആവാറായിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത പഴയ പോലെ ഒന്നും അല്ല. ഇപ്പോൾ PSC ഫാസ്റ്റ് ആണ്. ഓരോ എക്സാംസ് അതിന്റെ ഓരോ എന്താ പറയാ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് ഒരു 6 മാസം മുന്നേ ആയിട്ട് തന്നെ പലപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരാറുണ്ട്. ഇനി അതല്ല, എക്സ്പയർ ആവുന്ന ഡേറ്റ് അറിയെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. എന്തായാലും ആ എക്സ്പയർ ആയി കഴിഞ്ഞതിന് ശേഷമെങ്കിലും എന്തായാലും എന്താണ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. സോ അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുക. കാരണം ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 6 മാസം, ഒരു വർഷത്തിനകത്ത് നമുക്ക് പലപ്പോഴും എക്സാംസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി 1 ഇയറിനകത്ത് എക്സാം വരും. ചിലപ്പോൾ പലപ്പോഴും എന്താണ് നമുക്ക് ആ ഒരു ടൈം കിട്ടിയെന്ന് വരത്തില്ല. ഒരു 6 മന്ത്സ് ഒക്കെയാണ് ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 6 മാസത്തില് പറ്റായികയൊന്നുമില്ല, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു 6 മാസം കൊണ്ട് ഒരു ബ്രോഡ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് എക്സാംസ് നമുക്ക് ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ബ്രോഡർ ആസ്പെക്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വൈഡായിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിൽ നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കഴിഞ്ഞ തവണത്തെ മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് സബ് എഞ്ചിനീയറിന്റെ ആവട്ടെ എയുടെ ആവട്ടെ, രണ്ട് റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 റാങ്കിനകത്ത് കോമൺ ആയിട്ട് 4 പേരോളം വരുന്നുണ്ട്. അതായത് ഈ രണ്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ രണ്ട് പോസ്റ്റിന് വേണ്ടിയിട്ട് പഠിച്ച ആൾക്കാര് പ്രിപ്പയർ തറവായിട്ട് രണ്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് അടുപ്പിച്ചടുപ്പിച്ച് വന്ന ഈ രണ്ട് എക്സാംസിലും ആദ്യത്തെ 10-നകത്ത് ഇവർക്ക് 4 പേർക്കും കയറാനായി പറ്റിയത്. സോ അപ്പോ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനടുപ്പിച്ച് വരുന്ന എല്ലാ ലിസ്റ്റിലും നമുക്ക് കയറാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരിക്കില്ല, അതിലപ്പോ മൾട്ടിപ്പിൾ എക്സാംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സബ് എഞ്ചിനീയർ പോലുള്ള ഡിപ്ലോമ ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയാ ലെവലപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു രീതിയിൽ നമുക്ക് നിങ്ങൾ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് വെച്ചാൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പാസ്റ്റ് ഇയറിൽ എത്രയായിരുന്നു കട്ട് ഓഫ്, എത്രയായിരുന്നു മറ്റേ ടോപ്പ് വന്ന ആൾക്ക് വന്ന മാർക്ക്, ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക സ്റ്റഡി പ്ലാൻ കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ കിട്ടിയ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം എത്രയായിരുന്നു മാർക്ക് എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് ചിലപ്പോൾ വേരി ചെയ്യാം. ഡിപ്പെൻസ് ആണ്, ഓരോ തവണത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് ചിലപ്പോ കട്ട് ഓഫ് മാർക്ക് കൂടാനോ കുറയാനോ സാധ്യത ഉണ്ടാവും. ബട്ട് എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കഴിഞ്ഞ തവണത്തേനെക്കാട്ടിയും ഒരു 10-15 കഴിഞ്ഞ തവണത്തെ നമ്മുടെ എന്താ പറയാ കട്ട് ഓഫ് മാർക്കിനെ കാട്ടി ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മാർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 56 56.6 അല്ല, അതായിരുന്നു നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ ഈ കട്ട് ഓഫ് മാർക്കിനെ കാട്ടിയും ഒരു 10-15 മാർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയാ അഡ്വൈസ് കിട്ടുന്ന രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇത്തവണത്തെ ആ ഒരു എക്സാമിന്റെ സബ് എഞ്ചിനീയറിന്റെ കഴിഞ്ഞ
ആ ഒരു ലിസ്റ്റിന്റെ അഡ്വൈസ് ലിസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 100 റാങ്ക് ുള്ളവർ വന്നിരിക്കുന്നത് 12-13 മാർക്കിന്റെ വ്യത്യാസത്തിലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 400 റാങ്ക്, അതായത് 500 വരെയുള്ള 100 തൊട്ട് 500 വരെയുള്ള റാങ്കിലുള്ള ആൾക്കാർ വന്നിരിക്കുന്ന വെച്ചാൽ 6 മാർക്കിന്റെ ഡിഫറൻസിലാണ് ഈ 400 റാങ്ക് മാറിയിട്ടുള്ളത്. അതേപോലെ അവസാനത്തെ 500 റാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാർക്കിന്റെ തന്നെ വ്യത്യാസത്തിലാണ് ഈ 500 റാങ്കും മാറിയിരിക്കുന്നത്. അതായത് ഒരു ശരാശരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ 70 റാങ്ക് ഒക്കെ ആയിരിക്കും ഒരു മാർക്കിന്റെ ഒക്കെ വേരിയേഷനിൽ നമുക്ക് മാറുന്നത്. ഒരൊറ്റ മാർക്കിന്റെ വേരിയേഷൻ നമുക്ക് മാറുന്ന 70ഓളം റാങ്കുകളാണ്. സോ അപ്പോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ കട്ട് ഓഫ് വന്നത് അതിൽ നിന്ന് ഒരു 10-15 മാർക്കിന് മേളിൽ നമ്മൾ കിട്ടാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒരു 70 അബോ, ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഒരു 70 അബോ എങ്കിലും നിങ്ങൾക്ക് 100ൽ കിട്ടുന്ന രീതി. കാരണം നമുക്ക് ഇന്റർവ്യൂ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട്. സോ ഇന്റർവ്യൂവിന്റെ മാർക്സ് വേരി ചെയ്യാം. സോ അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് നമുക്ക് എപ്പോഴും നമുക്ക് പക്കാ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ എഴുതുന്ന എക്സാമിന്റെയാണ്. ഇന്റർവ്യൂവിന് ചിലപ്പോൾ പല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവറെ ചോദിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് മാറും. പക്ഷേ നമ്മളുടെ നോളജിന്റെ ആ ഒരു എന്താ പറയാ നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ തെളിവാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്, എക്സാം മാർക്ക് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് മാക്സിമം എന്താണ് കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആബ്സല്യൂട്ട് ആണ്, അതിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല. സോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ബാക്കി ഇന്റർവ്യൂവിന്റെ ടൈമിന് അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും നിങ്ങൾ തറവായിട്ട് സബ്ജക്ട് നന്നായിട്ട് പഠിക്കുക, ബേസിക്സ് തറവാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ പാറ്റേൺസ്, പുതിയ ട്രെൻഡും പാറ്റേൺസും പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ രീതിയിൽ എന്താണ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ പറയുന്നത് പോലെ നമ്മൾ എന്താ പറയാ ബേസിൽ പലപ്പോഴും ഈ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ആ ഒരു കട്ട് ഓഫിന്റെ റേഞ്ചിലൊക്കെ ആയിരിക്കും വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിനെക്കാളും ജസ്റ്റ് താഴെ വന്ന് നിൽക്കും. എന്നിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ആ ഒരു തോന്നലിലേക്ക്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോവാതെ എത്രയാണോ നമ്മൾ ഒരു മാക്സിമം ഒരു 70ന് മേലെങ്കിലും കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ലിസ്റ്റിൽ കയറുകയും ചെയ്യും. ഒരു ഹയർ പൊസിഷനിൽ തന്നെ ലിസ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് ജോബ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാകും. സോ ആ രീതിയിൽ വേണം നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് വേണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് ഈ പറഞ്ഞ പോലെ ബ്രോഡായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോ ഇതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ പെർസ്പെക്റ്റീവില് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്സ് നിങ്ങൾക്ക് ഇടാനുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ താങ്ക് യു ഗൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാംസ്. എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. So thank you once again and all the best listeners. Wish you good luck for the upcoming exams.